ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 66.70 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത്. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. ഇന്നലെ നമ്മൾ 4.2K ലോസാണ് ഇന്നലെ ബുക്ക് ചെയ്തത്. ഒരു ഡേ ഹൈ ലെവലിൽ നമ്മളൊരു ഡൗൺഫോൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ നമുക്ക് എക്സിറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. നമ്മൾ ലോസ് ബെയർ ചെയ്തു. അതിനുശേഷം 24,000 ഫോൾ ആയത്, 24,280 ലെവലിൽ നിന്നും. നല്ലൊരു എക്സിറ്റ് ആയിരുന്നു. അത് എക്സിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയ ലോസിലേക്ക് പോകുമായിരുന്നു. നമ്മൾ ഇന്നലെ 24,300 ആണെന്ന് തോന്നുന്നു എൻ്റർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിൽ 7 rupees 8 rupees ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ 120 ആവറേജ് പ്രൈസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് പ്രൈസിൻ്റെ പ്രീമിയം ഇപ്പോൾ 8 രൂപ അല്ലെങ്കിൽ 10 രൂപയിലാണ്. ഇപ്പോൾ ഇന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കൂടി ആയതോടുകൂടി അത് ഇന്ന് വീക്ക്ലി എക്സ്പയറിയുടെ ഒരു മൊമെൻറ്റിലേക്ക് പോയി. അതായത് പ്രീമിയത്തിലേക്ക് ആയിട്ട് 0യിലേക്ക് പോകാനുള്ളൊരു മൊമെൻ്റാണ് കാണുന്നത്. മേ ബി റിക്കവർ ആവുകയാണെങ്കിൽ ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് അവിടെ നിന്ന് മുകളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അതിന് 24,300 ലെവലിലേക്ക് എത്തണം. മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 24,000 ലെവലിലാണ്. 24,025, 26 ലെവൽ. നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,000 എട്ട് മണി നോക്കുകയാണെങ്കിൽ അറൗണ്ട് 80ലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 24,000, 23,950 ഒരു 115 ട്രേഡ് ചെയ്യുന്നുണ്ട്. 24,100 പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ 24,100 ട്രേഡിങ് അറൗണ്ട് 110. അതുപോലെ തന്നെ 24,150 ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ 140 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സ്ട്രൈക്ക് പ്രൈസസ്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള നമുക്ക് വാച്ച് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. $24,000 കോൾ ഓപ്ഷനും 24,100 പുട്ട് ഓപ്ഷനാണ് ഞാനിപ്പം ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുവരെ കൃത്യമായൊരു ഡയറക്ഷൻ കൺഫേം ആയിട്ടില്ല. എന്തായാലും ഒരു റിക്കവർ ചെയ്യാനാണ് മാർക്കറ്റ് ശ്രമിക്കുന്നത്. ഒരു ബൈയിങ് പ്രഷർ കാണാം. 24,000 അല്ലെങ്കിൽ 23,950 ലെവൽ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഡേയിലോ 23,949.40 ആണ്. 23,949.40. അതായത് 23,950 ലെവലിൽ നിന്നാണ് ഒരു ബൈയിങ് പ്രഷർ വരുന്നത്. ഇപ്പോൾ അത് 24,050. ഇപ്പോൾ ഡേയിലോ ലെവലിൽ നിന്നൊരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്പ് മൂവാണ് വന്നിട്ടുള്ളത്. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരുമെന്ന് നമുക്ക് നോക്കാം. 66 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇതുവരെ എൻട്രീസ് ഒന്നും തന്നെ കൺഫേം ആയിട്ട് ഡയറക്ഷനും കൺഫേം ആയിട്ടില്ല. ഡേയിലോയിലേക്കാണ് പുട്ട് ഓപ്ഷൻ വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. $24,050 ലെവലിൽ തന്നെ ട്രേഡ് ചെയ്യുന്നത്. അത് ഇതുവരെ എൻട്രി ഒന്നും എടുത്തിട്ടില്ല. നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി. യെസ്, നമ്മളൊരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്തിട്ടുണ്ട്. ആവറേജ് പ്രൈസ് 103. ഓക്കെ,
സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു ബൈയിങ് പ്രഷറാണ് നമുക്ക് ഫസ്റ്റ് 5 മിനിറ്റിൽ കാണാൻ പറ്റിയത്. അതിനുശേഷം ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. ഈ പുൾ ബാക്ക് ലോവർ ഹൈ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഡൗൺഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. അത് തന്നെ ഞാനിപ്പം പുൾ ബാക്ക് വന്നതിന് ശേഷം എഗെയിൻ ആ ഒരു ഡൗൺഫോളിൻ്റെ ഒരു പുൾ ബാക്ക് ലാസ്റ്റ് 2 റെഡ് ക്യാൻഡലിന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ളൊരു പുൾ ബാക്കിൽ ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ലോവർ ഹൈ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് ഡേ എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും ഒരു 100 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് പോകുന്നത്. ആസ് ഓഫ് നൗ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വരികയാണെങ്കിൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. 1 ലോട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. 230 റുപ്പീസ് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതിന് റീസൺ എന്ന് പറയുന്നത് ഡേ ലോ ബ്രേക്ക് ചെയ്തു. പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്ത് ഒരു ലോവർ ലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു എൻട്രി വന്നു കഴിഞ്ഞാൽ എടുക്കാനേ പറ്റൂ. കോൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഡേ ഹൈ വന്നിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ റീടെസ്റ്റ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രഷ് എൻട്രി എടുക്കാൻ പറ്റൂ. നമുക്കൊരു എക്സിറ്റിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. നമുക്ക് ആ ഒരു ഡയറക്ഷൻ മനസ്സിലായതിന് ശേഷം വരുന്ന ഫസ്റ്റ് എക്സിറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരാതെ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് ഡൗൺ ആവുമെന്ന് അറിയുമെങ്കിലും നമ്മളതിനെ ഹോൾഡ് ചെയ്ത് ഒരു റീടെസ്റ്റിന് വെയിറ്റ് ചെയ്തു. പക്ഷെ അത് വന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എത്രയും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ലോവർ ലോ സ്പോട്ടിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഓൾറെഡി പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്തായാലും താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ പുട്ട് ഓപ്ഷനിലൊരു അപ്പ് മൂവ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റീ എൻറ്റർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത എൻട്രിയിൽ നോക്കാം. എന്തായാലും ഇത് കോസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റ് 230 റുപ്പീസിൻ്റെ പ്രോഫിറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്തു. ഇപ്പോൾ 1 ലോട്ട് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. $24,000 ലെവൽ ബ്രേക്ക് ചെയ്തൊരു ഡൗൺഫോൾ വന്നിരിക്കുകയാണ് നിഫ്റ്റി. ഡേ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രഷ് എൻട്രി എടുക്കാൻ പറ്റൂ. ഓൾറെഡി ഒരു റിവേഴ്സൽ സാധ്യതയുണ്ട്. 24,000 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുള്ള 23,950 ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എൻട്രി എടുത്താലും അത് 23,950 ലെവലിൽ വെച്ചിട്ട് അത് ബുക്ക് ചെയ്യേണ്ടി വരും. മേ ബി ഡേ ഹൈ ആയിരിക്കും ഇപ്പോൾ പുട്ട് ഓപ്ഷൻ. നമ്മളെടുത്ത ഒരു സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ 106 സ്ക്വയർ ഓഫ് ചെയ്തതാണ്. അതിനുശേഷം അത് ഡേ ലോ വന്നിട്ടുള്ളത് 81 ഡേ ലോ വന്നിട്ടുള്ളത്. 81 വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നത്. നമുക്ക് ഫ്രഷ് എൻട്രി എടുക്കണമെങ്കിൽ വേറെ സ്ട്രൈക്ക് പ്രൈസിലേക്ക് പോകേണ്ടതുണ്ട്. 24,050 അല്ലെങ്കിൽ 24,050 തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നോക്കാം. ഓൾമോസ്റ്റ് ഡേ ലോയിലേക്ക് വരാനായി നമ്മൾ വെയിറ്റ് ചെയ്യാം. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് എൻട്രി എടുക്കാം. $24,050 ന്യൂ ഡേ ലോ ആണ് വന്നിട്ടുള്ളത്.
യെസ്, നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 119 ആവറേജ് പ്രൈസ്. $24,050. ഡേ ഹൈ വന്നിട്ടുള്ളത് 135 ആണ്. ഡേ ലോയിലേക്കാണ് സ്പോട്ട് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 23,950 ലെവൽ. ഇപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് 23,930 ലെവലൊക്കെയാണ്. അപ്പോൾ ആ ഒരു ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 23,875 ലെവലാണ് നെക്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് ലെവൽ. അപ്പോൾ ഇവിടെ ഡേ ഹൈ വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പുട്ട് ഓപ്ഷൻ ഡേ ഹൈ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പുട്ട് ഓപ്ഷൻ ഡേ ഹൈ വരികയാണെങ്കിൽ ഈ ഒരു പൊസിഷൻ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരുമോ നമുക്ക് നോക്കാം. $135 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഹൈ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 935 ലെവലിലേക്കും അതുപോലെ തന്നെ 875 ലെവലിലേക്കും വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തൊരു മൊമെൻറ്റം വരേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. ആസ് ഓഫ് നൗ 1 lot 119 ആണ് ആവറേജ് പ്രൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ഒരു 23,935 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 135 ലെവലാണ് ഡേ ഹൈ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. യെസ്, 23,938 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ലോ. യെസ്, ബ്രേക്ക് ചെയ്യട്ടെ. യെസ്, നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. കൃത്യമായിട്ട് 135 സ്ക്വയർ ഓഫ് ചെയ്തു. ഡേ ഹൈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡേ ഹൈയിലേക്കാണ് വന്നിട്ടുള്ളത്. പുട്ട് ഓപ്ഷൻ അതായത് 23,935 ലെവൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഇപ്പോൾ ഇവിടെ ഒരു പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് എൻട്രി എടുക്കാം. അതായത് ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തു 950, അതുപോലെ തന്നെ 935 ലെവലാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മൊമെൻറ്റം വരികയാണെങ്കിൽ മാത്രം നമുക്ക് എൻ്റർ ചെയ്യാം. 870 ലെവലാണ് നെക്സ്റ്റ് വരുന്ന സപ്പോർട്ട് ലെവൽ, 23,870. പക്ഷേ മാർക്കറ്റ് റിക്കവർ ആവാനുള്ള ചാൻസസും ഉണ്ടെന്ന്. നമുക്കെന്തായാലും നെക്സ്റ്റ് എൻട്രിക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോട് കൂടി ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്തായാലും ഒരു ബൈയിങ് പ്രഷർ ഇപ്പോൾ കാണാം. സ്പോട്ട് ചാർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലെവലിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബുക്ക് ചെയ്തത് 135 ലെവലിലാണ്. ഇപ്പോൾ അത് 125 ആയി കഴിഞ്ഞു. ഒരു പ്രൈസ് റിജക്ഷനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ലെവലിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ അവിടുന്ന് ബൈയിങ് പ്രഷർ വരുമോ നമുക്ക് നോക്കാം. അതിനുശേഷം ഡിസൈഡ് ചെയ്യാം. ആസ് ഓഫ് നൗ 1.3K പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്.
നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.